നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നും ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്നും അല്പം മാറി പ്രകൃതിയുടെ പച്ചപ്പിലേക്കും തണുത്ത കാറ്റിലേക്കും മനസ്സ് തുറന്നുവിടാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയിവരാവുന്ന കർണാടകയിലെ ഏറ്റവും മനോഹരമായ ഒരു ഓഫ് ബീറ്റ് ഇടമാണ് മാവനൂരു ശ്രീ ബെട്ടത മല്ലേശ്വര ഗുഡി. ഹാസൻ ജില്ലയിലെ ചെന്നരായപട്ടണയ്ക്ക് അടുത്ത് ഒരു കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ന് യാത്രാപ്രേമികൾക്കിടയിൽ വിൻഡ്മിൽ ടെമ്പിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആത്മീയതയും പ്രകൃതിഭംഗിയും മനുഷ്യനിർമ്മിതമായ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളും ഒത്തുചേരുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഈ മലമുകളിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ബാംഗ്ലൂർ മംഗലാപുരം ദേശീയപാതയിലൂടെയുള്ള NH-75 യാത്ര എപ്പോഴും സുഖകരമാണ്. എന്നാൽ ഹൈവേയുടെ തിരക്കുകളിൽ നിന്ന് മാറി ചെന്നരായപട്ടണ പിന്നിട്ട് ദണ്ഡീഗനഹള്ളി കെരെ എന്ന സ്ഥലത്തുനിന്നും തിരിഞ്ഞ് ഗ്രാമീണ റോഡുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ യാത്രയുടെ മൂഡ് തന്നെ മാറുന്നു. കരിമ്പിൻ തോട്ടങ്ങളും പച്ച വിരിച്ച നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും നിറഞ്ഞ കർണാടകയുടെ യഥാർത്ഥ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു വേണം ഈ കുന്നിൻചെരുവിലേക്ക് എത്തിച്ചേരാൻ. മലമുകളിലേക്ക് കയറാൻ വീതി കുറഞ്ഞ റോഡുകളാണെങ്കിലും അധികം കഠിനമായ ഹെയർപിൻ വളവുകളില്ലാത്തതിനാൽ ബൈക്ക് റൈഡർമാർക്കും കാർ ഡ്രൈവ് ചെയ്യുന്നവർക്കും ഈ യാത്ര ഏറെ ആസ്വാദ്യകരമായിരിക്കും. കുന്നിൻമുകളിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മെ സ്വീകരിക്കുക കാതുകളിലേക്ക് അടിച്ചുകയറുന്ന തണുത്ത ശക്തമായ കാറ്റാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന താഴ്വരകളും അതിനിടയിൽ വരിവരിയായി തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ കാറ്റാടിയന്ത്രങ്ങളും ചേർന്നുള്ള ദൃശ്യം ഏതൊരു സഞ്ചാരിയുടെയും ശ്വാസം അടക്കിപ്പിടിക്കാൻ പോന്നതാണ്. സാധാരണയായി ഇത്തരം വിൻഡ്മില്ലുകൾ നമ്മൾ വളരെ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുണ്ടാകൂ. എന്നാൽ ഇവിടെ അവയുടെ തൊട്ടടുത്ത് നിൽക്കാനും അവയുടെ കൂറ്റൻ ബ്ലേഡുകൾ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദം കേൾക്കാനും സാധിക്കും. ഈ ഭീമാകാരമായ കാറ്റാടികൾക്ക് നടുവിലാണ് മനോഹരമായ ആ ചെറിയ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക വിശ്വാസമനുസരിച്ച് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. പരമശിവനെ മല്ലേശ്വരൻ എന്ന പേരിൽ ശിവലിംഗ രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ സ്വർണ്ണനിറത്തിലുള്ള ഗോപുരം ദൂരെനിന്ന് തന്നെ പച്ചപ്പിന് നടുവിൽ ഒരു തിളക്കം പോലെ ദൃശ്യമാകും. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ക്ഷേത്രപരിസരത്ത് മറ്റ് ദേവപ്രതിഷ്ഠകളും കാണാം. കുന്നിൻമുകളിലെ പ്രശാന്തതയും കാറ്റാടികളുടെ നിരന്തരമായ ചലനവും ഭഗവാന്റെ സാന്നിധ്യവും കൂടിച്ചേരുമ്പോൾ മനസ്സിന് വിവരിക്കാനാകാത്ത ഒരു ആത്മീയ ശാന്തത അനുഭവപ്പെടും. ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ മാന്ത്രികത ആസ്വദിക്കണമെങ്കിൽ ഒന്നുകിൽ അതിരാവിലെ സൂര്യോദയ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം സൂര്യാസ്തമയ സമയത്തോ ഇവിടെ എത്തണം. പുലർക്കാലത്തെ മൂടൽമഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്ന കാറ്റാടികളും വൈകുന്നേരങ്ങളിൽ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ കാറ്റാടിയുടെ ബ്ലേഡുകളിൽ തട്ടി താഴെയുള്ള താഴ്വരയിലേക്ക് പതിക്കുന്ന കാഴ്ചയും ഫോട്ടോഗ്രാഫർമാർക്കും റീലുകൾ ചെയ്യുന്നവർക്കും ഒരു സ്വർഗമാണ്. മൺസൂൺ കാലത്തിനു ശേഷമുള്ള ജൂലൈ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് പ്രകൃതി പൂർണ്ണമായും പച്ചപ്പണിഞ്ഞ് താഴ്വരകൾ മേഘങ്ങളാൽ മൂടപ്പെട്ടിട്ടുണ്ടാകും. മഹാശിവരാത്രി നാളുകളിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഭക്തർ ഇവിടെ എത്താറുണ്ട്. ഇതൊരു വികസിത വിനോദസഞ്ചാര കേന്ദ്രമോ തീർത്ഥാടന നഗരമോ അല്ലാത്തതിനാൽ മലമുകളിൽ വാണിജ്യവൽക്കരണം നടന്നിട്ടില്ല. അതിന്റെ ശുദ്ധമായ ഭംഗി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ സന്ദർശകർ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. ക്ഷേത്രപരിസരത്തോ കുന്നിൻമുകളിലോ കടകളോ ഹോട്ടലുകളോ ഇല്ല. അതിനാൽ ആവശ്യത്തിന് കുടിവെള്ളവും ലഘുഭക്ഷണങ്ങളും കയ്യിൽ കരുതുക. കഴിച്ചതിനു ശേഷം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ അവിടെ വലിച്ചെറിയാതെ തിരികെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുമല്ലോ. നിലവിൽ ഇവിടെ പൊതുശൗചാലയങ്ങളോ വിശ്രമമുറികളോ ലഭ്യമല്ല. കൂടാതെ മലമുകളിലെ റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ ഇരുട്ടാകുന്നതിനു മുൻപ് മലയിറങ്ങുന്നതാണ് സുരക്ഷിതം. ക്ഷേത്രത്തിലേക്ക് നേരിട്ടുള്ള പൊതുഗതാഗത സൗകര്യം നിലവിൽ പരിമിതമാണ്. സ്വന്തം വാഹനമോ ടാക്സിയോ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം. മൊബൈൽ നെറ്റ്വർക്ക് ചിലയിടങ്ങളിൽ കുറവായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗൂഗിൾ മാപ്പ് ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ബാംഗ്ലൂർ, മൈസൂർ അല്ലെങ്കിൽ മംഗലാപുരം ഭാഗങ്ങളിലുള്ളവർക്ക് ഒരു ദിവസത്തെ റോഡ് ട്രിപ്പിനായി ഇവിടം തിരഞ്ഞെടുക്കാം. ചരിത്രപ്രസിദ്ധമായ ജൈന തീർത്ഥാടന കേന്ദ്രമായ ശ്രാവണബെലഗോളിയിലേക്ക് പോകുന്നവർക്ക് കേവലം 22 കിലോമീറ്റർ ദൂരം വളരെ എളുപ്പത്തിൽ ഈ ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ ഹാസൻ ടൗൺ, ഹളേബീഡു, ബേലൂർ എന്നീ ഹൊയ്സാല വാസ്തുവിദ്യാ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രക്കൊപ്പവും ഈ വിൻഡ്മിൽ ടെമ്പിൾ ഉൾപ്പെടുത്താം. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും ജോലിത്തിരക്കുകളിൽ നിന്നും ഓടിയൊളിക്കാൻ ഒരിടം തിരിയുന്നവർക്ക് ഒരു വാരാന്ത്യം മനോഹരമാക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ചോയ്സാണ് മാവനൂരു ബെട്ടത മല്ലേശ്വര ക്ഷേത്രം. കാറ്റിന്റെ പാട്ടിനൊപ്പം മനസ്സ് നിറക്കാൻ ഈ വാരം തന്നെ ഇവിടേക്കൊരു യാത്ര പ്ലാൻ ചെയ്താലോ?